ഇത് സീതാപൂർ ഗ്രാമത്തിൽ നടന്ന കഥയാണ്. ഇവിടെ ശിവ അവന്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ വളർന്നു വന്നു. അവന്റെ അച്ഛൻ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ഇസ്രോയിലായിരുന്നു അയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ ഇസ്രോയിൽ മാത്രമല്ല, തന്റെ വീട്ടിലും ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്തുകൊണ്ട് വന്നു. അച്ഛാ, ഇതൊക്കെ എന്താണ് അച്ഛാ? ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അച്ഛാ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധി ആവശ്യമാണ്, അല്ലേ അച്ഛാ? അതെ മോനെ, നീ നന്നായി പഠിച്ച് വലുതായി വലിയ ഒരു സയന്റിസ്റ്റ് ആവണം കേട്ടോ. ഇല്ല അച്ഛാ, എനിക്ക് സയന്റിസ്റ്റ് ആവാൻ തീരെ ആഗ്രഹമില്ല. ഈ ലോകം തന്നെ ഉറ്റുനോക്കുന്ന രീതിയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അത് കണ്ടപ്പോ ശിവയുടെ അമ്മ അങ്ങോട്ട് വന്നു. സൂപ്പർ ആയിട്ടുണ്ട് മോനെ. എന്റെ ആഗ്രഹവും ഇത് തന്നെയായിരുന്നു. നിങ്ങളും നന്നായിട്ട് കേട്ടോ. എന്റെ മകനെ സയന്റിസ്റ്റ് ആക്കാൻ വേണ്ടി ഒരിക്കലും ഇങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല. ശരി ശരി കേട്ടോ, ഞാൻ അവനെ നിർബന്ധിക്കുന്നില്ല. എടാ മോനെ ശിവ, നിനക്ക് വേണ്ടി ഞാൻ സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുക. അത് കണ്ട ഉടനെ നിനക്ക് വളരെ സന്തോഷാവും കേട്ടോ. അങ്ങനെയാണോ? അതെന്താണെന്നൊന്ന് പറയൂ അച്ഛാ. ഒരുപക്ഷെ എനിക്ക് സൂപ്പർ ഹീറോ ആവാനുള്ള ശക്തി തരാൻ പോവുകയാണോ? അങ്ങനെയാണോ? അപ്പോ എന്റെ മോനൊരു സൂപ്പർ ഹീറോ ആവണമെന്നാണ് ആഗ്രഹമല്ലേ? ശരി മോനെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു സൂപ്പർ ഹീറോ എക്സ്പെരിമെന്റ് ചെയ്യാം. അച്ഛാ, അപ്പൊ എന്നെ തീർച്ചയായും സൂപ്പർ ഹീറോ ആക്കാൻ പോവുകയാണോ? സിനിമയിലൊക്കെ നടക്കുന്ന പോലെ? അതെ മോനെ, എന്നെ കൊണ്ട് നിന്നെ ഒരു സൂപ്പർ ഹീറോ ആക്കാൻ സാധിക്കും. ശിവയുടെ അച്ഛന് എക്സ്പെരിമെന്റ്സ് എത്രമാത്രം ഇഷ്ടമാണോ അത്രയേറെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയെയും അയാൾക്ക്. പക്ഷേ എക്സ്പെരിമെന്റ്സ് കാരണം അദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ശിവ അദ്ദേഹത്തിനോട് വന്ന് പറഞ്ഞു, അച്ഛാ, എന്നെ എപ്പോഴാ ഒരു സൂപ്പർ ഹീറോ ആക്കാൻ പോകുന്നേ? ഒരു ദിവസം തീർച്ചയായും ആക്കും മോനെ. പക്ഷെ എനിക്ക് പരീക്ഷണങ്ങളിടയിൽ സമയം കിട്ടാത്തത് കൊണ്ടാണ്. അച്ഛൻ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ മോനെ. അച്ഛാ, അച്ഛൻ ഈ ജോലി വിട്ടിട്ട് വേറെ ജോലി നോക്കിക്കൂടെ? അപ്പൊ നമുക്ക് ഒരുപാട് ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാമല്ലോ. എന്റെ ഫ്രണ്ട് അവന്റെ അച്ഛന്റെ കൂടെ ദിവസവും ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ബുദ്ധിമുട്ടാണ് മോനെ. എന്നെ കൊണ്ട് ഈ ജോലി വിട്ടുപോവാൻ സാധിക്കില്ല. ഇത് ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ്. വേണ്ട മോനെ, നീ ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ. ഇദ്ദേഹം ഒന്നും മനസ്സിലാക്കില്ല. കണ്ണ് കാണാത്ത ആളുടെ മുന്നിലേക്ക് കണ്ണാടി കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? വാട മോനെ, നമുക്ക് ഇവിടുന്ന് പോവാം. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി. അതിനുശേഷം ശിവയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് നീങ്ങി. എന്താന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു മിസൈൽ ലോഞ്ച് ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിന് വല്ലാത്ത വല്ലായ്മകൾ തുടങ്ങി. അച്ഛാ, അച്ഛൻ റെസ്റ്റ് ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ക്ഷീണിച്ചു പോകുന്നത്. കുറച്ചു ദിവസം അച്ഛനൊന്ന് റെസ്റ്റ് എടുത്തുകൂടെ? ഇല്ല മോനെ, ഈ മിസൈൽ ഒന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ അച്ഛൻ ഇനി വിശ്രമിക്കുകയുള്ളൂ. ഈ മിസൈൽ ലോഞ്ചായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ഗുണമുണ്ടാവും എന്ന് നിനക്കറിയാമല്ലോ. പക്ഷെ ഇങ്ങനെ തന്നെ പോയാൽ അച്ഛന് തീരെ വയ്യാണ്ടാവും. അങ്ങനെയൊന്നും സംഭവിക്കില്ല മോനെ. എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നീ അനാവശ്യമായിട്ട് അച്ഛനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. അങ്ങനെ ഒരു ദിവസം ശിവയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ ലാബിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ജീവനും നഷ്ടമായി. അയ്യോ എന്റെ ദൈവമേ, എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? രാവിലെ ഒരു കുഴപ്പമില്ലാതെയല്ല അദ്ദേഹം വീട്ടിൽ നിന്ന് പോയത്. ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് അദ്ദേഹത്തിന്റെ ജോലി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ ആ ജോലി തന്നെ നമ്മളെ അദ്ദേഹത്തെയും പിരിച്ചു മാറ്റിയത് കണ്ടില്ലേ? അതെ അമ്മേ, അച്ഛൻ മിസൈൽ ഉണ്ടാക്കി അത് വിക്ഷേപിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആ ആഗ്രഹം നടന്നില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ അനാഥരായി എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ എന്താ ചെയ്യുക അമ്മ? മോനെ ശിവ, നമുക്ക് രണ്ടുപേർക്ക് ജീവിക്കാനും നമ്മുടെ ഈ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാനും വേണ്ടി ഞാൻ ഏതെങ്കിലും വീട്ടു ജോലിക്ക് പോയിക്കോളാം മോനെ. വേണ്ട അമ്മേ, അമ്മ പുറത്തുള്ള ജോലിക്കൊന്നും പോകണ്ട അമ്മേ. അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം എന്റേതാണ് അമ്മേ. ഞാൻ തന്നെ നമ്മുടെ വീട് നോക്കിക്കോളാം അമ്മേ. മോനെ ശിവ, നീ കൊച്ചുകുട്ടിയല്ലേ. അമ്മ ഒന്നുകൊണ്ടും പരിഭ്രമിക്കണ്ട. ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ കുടുംബം സംരക്ഷിക്കുന്നതാണ്. അങ്ങനെ ശിവ ഒരു ഹോട്ടലിലെ ജോലിക്ക് ചേർന്നു. അതിനുശേഷം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ജോലി ചെയ്ത് ദിവസവും 500 രൂപ വീതം സമ്പാദിച്ചു. അവൻ വീട്ടിലേക്ക് പോയി അത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മേ, ഇതാ അമ്മേ, ഇത് വാങ്ങിച്ചോളൂ. എന്റെ അധ്വാനത്തിന്റെ ആദ്യത്തെ ശമ്പളമാണ്. അവളുടെ മകൻ സമ്പാദിച്ചു കൊണ്ടുവന്ന പണം കണ്ടപ്പോ അവൾക്ക് സന്തോഷമായി. മോനെ, ഇത് സത്യമായിട്ടും മോന്റെ ആദ്യത്തെ ശമ്പളമാണോ? അതെ അമ്മേ. അവന്റെ അമ്മ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു നിർഭാഗ്യവതിയായ അമ്മയാണ്. ഈ ചെറിയ പ്രായത്തിലെ എന്റെ മോനെ പഠിക്കാൻ വിടാതെ ജോലിക്ക് വിടുന്നൊരമ്മ. എനിക്കൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. അമ്മ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. അമ്മ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഒരു ദിവസം ശിവ അവന്റെ അച്ഛനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കാര്യം അവന്റെ ഓർമ്മയിൽ വന്നു.
അവനെ സൂപ്പർ ഹീറോ ആക്കുന്നതിന് വേണ്ടി ഒരു ഗാഡ്ജറ്റ് തയ്യാറാക്കിയ കാര്യം അവൻ്റെ ഓർമ്മയിൽ വന്നു. ശിവ ആ ഗാഡ്ജറ്റ് അവിടെ എല്ലാവരുടെയും തിരയാൻ തുടങ്ങി. അവൻ്റെ അച്ഛൻ്റെ റൂമിൽ നിന്നും അവനൊരു ബോക്സ് കിട്ടി. ആഹാ, ഞാൻ സൂപ്പർ ഹീറോ ആവാനുള്ള എന്തോ ഒരു സാധനം ഈ ബോക്സിനുള്ളിൽ ഉണ്ടെന്നാ തോന്നുന്നത്. ഞാനിത് തുറന്ന് എന്താന്ന് നോക്കാൻ പോവാ. ശിവ ആ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു കൈച്ചെയിൻ ഉണ്ടായിരുന്നു. ആഹാ, വളരെ സുന്ദരമായ ഒരു ബ്രേസ്ലെറ്റ് ആണല്ലോ. ഞാനിതെടുത്ത് എന്റെ കയ്യിൽ അണിയാൻ പോവാ. കൈച്ചെയിൻ ഇട്ട ശേഷം ശിവ ഇങ്ങനെ പറഞ്ഞു, ബ്രേസ്ലെറ്റ് എന്തായാലും കൊള്ളാം, പക്ഷേ ഞാൻ സൂപ്പർ ഹീറോ ആവാനുള്ള ഗാഡ്ജറ്റ് ഒന്നും ഇവിടെ കാണുന്നേ ഇല്ലല്ലോ. പിറ്റേ ദിവസം ആ കൈച്ചെയിൻ ഇട്ടുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി. സഞ്ജു, ഇന്ന് ഞാൻ ആദ്യമായിട്ട് ബാറ്റ് ചെയ്യാൻ പോകുന്നേ. ബാറ്റിങ്ങോ? അത് നീയോ? ഇങ്ങോട്ട് നോക്കൂ ഫ്രണ്ട്സ്, ഇവൻ ബാറ്റിംഗ് ചെയ്യാമെന്ന്. അങ്ങനെ പറയല്ലേ സുഹൃത്തെ. ഇന്ന് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ വളരെ ആഗ്രഹം തോന്നുന്നുണ്ട്. പ്ലീസ് ഇന്ന് മാത്രം വേണ്ടാന്ന് പറയല്ലേ. ഏയ് മിണ്ടാണ്ടിരിക്കെ. നീ എത്ര മോശമായിട്ടാ ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. നീ ബാറ്റ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ നീ അങ്ങ് മറന്നേക്ക് കേട്ടോ. അതിനുള്ള യോഗ്യത ഒന്നും നിനക്കില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളൊന്നും ശരിക്കുള്ള എന്റെ സുഹൃത്തുക്കളെ അല്ല കേട്ടോ. നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളാണെങ്കിൽ എന്നെ തീർച്ചയായും ബാറ്റ് ചെയ്യാൻ അനുവദിച്ചേനെ. ആ മതി, നീ ഒരുപാട് വഴക്കുണ്ടാക്കണ്ട. ശരി, ഇന്നാ ബാറ്റ് പിടിച്ചോ, വാ നമുക്ക് കളിക്കാം. ശിവ ആ ബാറ്റ് വാങ്ങി കളിക്കുവാൻ തുടങ്ങി. ഇന്ന് ശിവ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. ആ ഷോട്ടിൽ ബോൾ എവിടെയോ ദൂരെ പോയി വീഴുന്നുണ്ടായിരുന്നു. ആഹാ, സൂപ്പർ ശിവ, ഇന്ന് വളരെ സൂപ്പർ ആയിട്ടാണല്ലോ നീ ബാറ്റ് ചെയ്യുന്നത്. നീ ബോൾ തന്നെ അടിച്ച് കാണാണ്ടാക്കി കളഞ്ഞല്ലോ. ശിവ അതിനുശേഷവും തുടരെ സിക്സറുകൾ അടിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട ഉടനെ ഒരു പയ്യൻ പറഞ്ഞു, ഇനി ശിവയാണ് നമ്മുടെ ക്യാപ്റ്റൻ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ ശിവ, നീ എന്താ പറയുന്നത്? നീ ഞങ്ങളുടെ കൂടെ എന്നും കളിക്കാൻ വരുന്നുണ്ടോ? സോറി ഫ്രണ്ട്സ്, എനിക്ക് എല്ലാ ദിവസവും വന്ന് ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കില്ല. കാരണം എന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ തീർച്ചയായും വരുന്നതാണ്. ശരി, ഞാൻ പോട്ടെ. ശിവ അവിടെ നിന്നും തിരിച്ചുപോയി. അവൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ആലോചിച്ചു, ഞാൻ എങ്ങനെയാ ഇന്ന് ഇത്ര നന്നായിട്ട് കളിച്ചത്? ഇതുവരെ ഞാൻ ഇതുപോലെ ബാറ്റ് ചെയ്തിട്ടേ ഇല്ലല്ലോ. അച്ഛൻ തന്ന ഈ ബ്രേസ്ലെറ്റ് മൂലമാണ് എനിക്ക് ശക്തി കിട്ടിയത്. പക്ഷെ ഇതാണോ സത്യമെന്ന് ഞാൻ എങ്ങനെയാണ് ഇനി തിരിച്ചറിയുക? ഞാനൊരു സൂപ്പർ ഹീറോ പോലെ ഈ മരം പിഴുതെറിയാൻ പോവുകയാ. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശിവ ആ മരത്തെ വളരെയധികം നിഷ്പ്രയാസമായി പിഴുതെറിഞ്ഞു. അതിനുശേഷം മാനത്തേക്ക് ഒരു പേപ്പർ പോലെ വലിച്ചെറിഞ്ഞു. അങ്ങനെയെങ്കിൽ അച്ഛന്റെ ഈ ബ്രേസ്ലെറ്റ് എന്നെ സൂപ്പർ ഹീറോ ആക്കിയെന്നാ തോന്നുന്നത്. എന്നെ കൊണ്ട് പറക്കാനും സാധിക്കുമെന്നാ തോന്നുന്നത്. ഞാൻ പറക്കാനൊന്ന് ട്രൈ ചെയ്യാൻ പോകും. അതിനുശേഷം ഒരു സൂപ്പർ ഹീറോയെ പോലെ ശിവ മാനത്തിൽ പറക്കുവാൻ തുടങ്ങി. ഞാനൊരു സൂപ്പർ ഹീറോ ആയെന്നാ തോന്നുന്നത്. ഞാൻ ഇനി ഒരു സൂപ്പർ ഹീറോ ആയി എല്ലാവരെയും സഹായിക്കുന്നതാണ്. കുറച്ചു സമയത്തിന് ശേഷം ശിവ അവന്റെ വീട്ടിലേക്ക് വന്ന് അവന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, മരിച്ചു പോയിട്ട് കൂടി അച്ഛൻ എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചു. എന്ത് സത്യം? മോൻ എന്താ പറഞ്ഞേ? അമ്മേ, അച്ഛൻ എന്നെ സൂപ്പർ ഹീറോ ആക്കി അമ്മേ. ഈ ബ്രേസ്ലെറ്റ് ഒരു സാധാരണ ബ്രേസ്ലെറ്റ് അല്ല അമ്മേ. ഇതൊരു സൂപ്പർ ഹീറോ ഉപയോഗിക്കുന്ന ബ്രേസ്ലെറ്റ് ആണ്. ഇത് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സൂപ്പർമാനെ പോലെ പറക്കാനും എനിക്ക് സാധിക്കും, സ്പൈഡർമാനെ പോലെ ഓടാനും എനിക്ക് സാധിക്കും അമ്മേ. ഒന്ന് പോടാ അവിടുന്ന്. ഇല്ല അമ്മേ, അമ്മയ്ക്ക് വിശ്വാസമായില്ല അല്ലേ? നോക്കിക്കോ അമ്മേ, അമ്മയുടെ മുന്നിൽ ഞാൻ എങ്ങനെയാ പറക്കാൻ പോകുന്നതെന്ന്. അതിനുശേഷം ശിവ അവന്റെ അമ്മയുടെ മുന്നിൽ നിന്ന് പറക്കുവാൻ തുടങ്ങി. പറന്നുകൊണ്ട് തന്നെ അവന്റെ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. കണ്ടില്ല അമ്മേ, എനിക്കിപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. എനിക്കിങ്ങനെ പറക്കാനും പറ്റുന്നതാണ് അമ്മേ. ഞാൻ സൂപ്പർ ഹീറോ ആയി അമ്മേ. ശിവ പറന്ന് മാനത്തിൽ നിന്ന് താഴോട്ട് വന്നപ്പോ തന്നെ അവന്റെ അമ്മ പറഞ്ഞു, നീ ഇപ്പൊ സൂപ്പർ ഹീറോ ആയി. പക്ഷേ നീ എപ്പോഴും സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലൂടെ വേണം നടക്കാൻ, കേട്ടോ? നീ സത്യത്തെ എപ്പോഴും കൂട്ടുപിടിച്ചാൽ നിന്റെ കൂടെ തുണയായി ഈ ശക്തി എപ്പോഴും ഉണ്ടാകും. അതെ, തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. പാവപ്പെട്ട ആൾക്കാരെ ഞാൻ എപ്പോഴും സംരക്ഷിക്കുന്നതായിരിക്കും അമ്മേ. ഞാൻ അമ്മയ്ക്ക് സത്യം ചെയ്യുകയാ. സന്തോഷായിരിക്കും മോനെ. വാ അമ്മേ, ഞാൻ അമ്മയ്ക്ക് ആകാശം ചുറ്റിക്കാണിച്ചു തരാം. അതിനുശേഷം ശിവ അവന്റെ അമ്മയെ മാനം ചുറ്റിക്കാണിക്കാനായി കൊണ്ടുപോയി. അതിനുശേഷം ശിവ സൂപ്പർ ഹീറോയായി മാറി. ശിവ ആ ബ്രേസ്ലെറ്റ് ഇട്ടതും വലിയൊരു സൂപ്പർ ഹീറോയായി മാറി. ഒരു ദിവസം അവൻ അവന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഒന്ന് കണ്ണടച്ച്, ഞാൻ അമ്മയ്ക്കൊരു മാജിക് കാണിക്കട്ടെ. എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നീ ഒരു സൂപ്പർ ഹീറോയായി മാറിയെന്ന്.
എന്റെ അടുത്ത് നിന്റെ മാജിക് ഒന്നും കാണിക്കണ്ട. പോയി ഏതെങ്കിലും പാവപ്പെട്ടവരോട് കാണിക്ക്. പോയിക്കോളൂ. അത് ഞാൻ തീർച്ചയായും ചെയ്യും അമ്മേ. പക്ഷെ അമ്മ ആദ്യം അമ്മയുടെ കണ്ണടച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. അമ്മ അമ്മ ഇപ്പൊ കണ്ണൊന്ന് തുറന്നേ. അയ്യോ, എന്താ ശിവ ഇതൊക്കെ? അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അമ്മയാണ് ഇങ്ങനെ തലകീഴായിട്ട് നിൽക്കുന്നത്. എന്താ ശിവ ഇത്? ആദ്യം എന്നെ താഴെ ഇറക്ക്. എനിക്ക് നന്നായിട്ട് പേടിയാവുന്നു. പ്ലീസ് എന്നെ താഴെ ഇറക്ക്. എന്നെ എന്തിനാ മോനെ ഇങ്ങനെ കാറ്റിൽ പറത്തിയിരിക്കുന്നേ? അമ്മ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ എന്ത് ശക്തിമാനായെന്ന് കണ്ടോ? അതെ മോനെ, പക്ഷെ ആദ്യം നീ എന്നെ ഒന്ന് താഴെ ഇറക്ക്, അല്ലെങ്കിൽ എന്റെ ബോധം പോവും. മോനെ ശിവ, നീ നിന്റെ അച്ഛന്റെ അടുത്തുനിന്ന് ലഭിച്ച ശക്തികളൊക്കെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് മനുഷ്യരുടെ ജോലികൾ എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് അവരിതൊക്കെ കണ്ടുപിടിച്ചത് മോനെ. അതുകൊണ്ട് നീ ഇതൊന്നും തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ നീ ഉപയോഗിക്കരുത് ശിവ. അമ്മേ, എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ അച്ഛൻ വളരെ നല്ലവനാന്ന്. ജനങ്ങൾ നന്നായിരിക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിച്ച ആളാ. എന്റെ അച്ഛൻ നന്നായിട്ട് വളർത്തിയില്ല, അമ്മ നന്നായിട്ട് വളർത്തിയില്ല എന്ന് പറയുന്ന പോലൊന്നും ഞാൻ ഒരിക്കലും നടക്കില്ല. ഒരു ദിവസം ശിവ തന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോയി. അവിടെ രണ്ടാണുങ്ങൾ ഒരു പെണ്ണിനോട് വഴക്കിടുന്നത് അവൻ കണ്ടു. ശിവയ്ക്ക് ഇത് കണ്ട ഉടനെ വളരെയധികം ദേഷ്യം വന്നു. അവൻ അവരുടെ നേരെ നോക്കി പറഞ്ഞു, എന്തിനാ ഇപ്പൊ ആ പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറുന്നത്? അവളെ പോവാൻ അനുവദിക്ക്, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഓ അങ്ങനെയാണോ? നീ ഞങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണോ? നീ പോയി നിന്റെ കാര്യം നോക്കട ചെക്ക, അല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ പോകാനായിട്ട് നിന്റെ കാലുണ്ടാവില്ല. ആരാണ് കാലില്ലാതെ വീട്ടിലോട്ട് പോകുന്നത്? നമുക്ക് നോക്കിക്കളയാം. ആ പെണ്ണിനോട് സോറി ചോദിക്കേ. സോറി ചോദിക്കേ. സോറി ചേച്ചി, ഇനി മുതൽ ഞങ്ങള് ഇങ്ങനെ ആരോടും പോയി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കില്ല. സോറി ചേച്ചി, ഞങ്ങൾ ഇനി മുതൽ ഒരു പെൺകുട്ടിയോടും മോശമായിട്ട് പെരുമാറുന്നതല്ല. താങ്ക് യു മോനെ, നീ എന്നെ രക്ഷിച്ചല്ലോ. ഇവരെന്നും എന്നെ ശല്യപ്പെടുത്താൻ വരും മോനെ. ഇനി അവർ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കില്ല. എന്റെ നമ്പർ എടുത്തോളൂ. ഇനി നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഉടനെ എത്തിക്കോളാം. ഞാൻ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അടുത്ത ദിവസം ശിവ അവന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അച്ഛന്റെ ശക്തികൾ എങ്ങനെയാണ് ശരിക്കും ഉപയോഗിക്കേണ്ടതെന്ന്. മോനെ ശിവ, നീയും നിന്റെ അച്ഛനെ പോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണോ മോനെ? അതെ അമ്മേ, ഞാനും എന്റെ അച്ഛന്റെ ശക്തികളെ നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കായും ജനങ്ങൾക്കായും യൂസ് ചെയ്യുന്നതാണ്. എല്ലാവരെയും ഞാൻ തീർച്ചയായും സഹായിക്കുന്നതായിരിക്കും. പക്ഷെ ശിവ, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും? നീ തന്നെ പറയേ. നേരത്തെ തന്നെ നിന്റെ അച്ഛൻ മരിച്ചു പോയതാ മോനെ. ഇനി എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താനാകില്ല. ഇല്ല അമ്മേ, അതോർത്തിട്ട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇത് അച്ഛന്റെ ശക്തിയാണ്. ഇത് ഞാൻ നന്നായിരിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് അനുഗ്രഹിച്ചു തന്നതാണ്. പിറ്റേ ദിവസം മുതൽ ശിവ അവന്റെ ജോലികൾ ആരംഭിച്ചു. ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ അവരുടെ അടുത്തേക്ക് അവൻ ചെന്നു. അവരുടെ അടുത്തേക്ക് പോയി അവരെ സഹായിക്കാൻ വേണ്ടി തുടങ്ങി. അവന്റെ കയ്യിൽ അവന്റെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു ഡിവൈസും കൂടി ഉണ്ടായിരുന്നു. ആര് എവിടെയാണ് കഷ്ടപ്പെടുന്നത് അത് മനസ്സിലാക്കി അത് കാണിച്ചു തരുന്ന ഒരു ഡിവൈസ് ആയിരുന്നു അത്. അമ്മേ, ഈ ജോലി ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഇതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട് അമ്മേ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് അച്ഛൻ എന്തിനാ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി എന്തിനാ ഇത്രയും അധ്വാനിച്ചതെന്ന്. ഇതൊരു നല്ല കാര്യമാണ് മോനെ. നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോളൂ. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നീ ഒരിക്കലും മറക്കരുത്. ഒരിക്കലും നീ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അമ്മേ, ഞാൻ എന്റെ ശക്തികളെ ജീവിതത്തിൽ ഒരിക്കലും ദുരുപയോഗം ചെയ്യുന്നതായിരിക്കില്ല. അമ്മ ഒന്നിനെ കുറിച്ച് ഓർത്തും വിഷമിക്കണ്ട. ശരി മോനെ. ശിവ എല്ലാവർക്കും പ്രായവ്യത്യാസമില്ലാതെ സഹായം ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഒരു വയസ്സായ അമ്മ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വേഗത്തിൽ ഒരു ലോറി വരുന്നുണ്ടായിരുന്നു. ശിവ വളരെ പെട്ടെന്ന് ഓടി ആ അമ്മൂമ്മയെ രക്ഷപ്പെടുത്തി. മോനെ, നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ നിനക്ക് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ സാധിച്ചത്? എവിടെ നിന്നോ വന്ന് എന്നെ രക്ഷിക്കാനായില്ലേ നിനക്ക്? ഇല്ല അമ്മേ, ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിങ്ങളെ രക്ഷിച്ചത് ആ ദൈവമാണ്. ശരി, ഞാൻ പോയിക്കോട്ടെ. ഗുഡ് ബൈ. ശിവ എല്ലാവരെയും കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷിക്കുമായിരുന്നു. പക്ഷേ അവന് മാത്രം ഒരു കൂട്ടുകാർ പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് സുഹൃത്തുക്കളായിട്ട് ആരുമില്ലല്ലോ. സംസാരിക്കാൻ പോലും ആരുമില്ല. ആരോടും ഒന്നും പറയാനും പറ്റുന്നില്ല. എനിക്ക് സൂപ്പർ പവർ ഉണ്ടെന്ന് പറയാനും ആരുമില്ല. ശിവ ഇതെല്ലാം ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ അവന്റെ അച്ഛന്റെ റൂമിലേക്ക് പോയത്. ആ റൂമിലായിരുന്നു അവന്റെ അച്ഛൻ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് വരെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു വെച്ചിരുന്നു. അതില് അയാൾ ഒരു റോബോട്ടിനെ രൂപകൽപ്പന ചെയ്തു വെച്ചിരുന്നു.
എന്താ ഇത്? ഒരുപക്ഷെ അച്ഛൻ ഇത് റോബോട്ട് ആക്കാൻ വേണ്ടി വെച്ചതായിരിക്കും. ഒരുപക്ഷെ അച്ഛനെ കൊണ്ട് ഇതിന്റെ ജോലി തീർക്കാൻ പറ്റിയിട്ടില്ലായിരിക്കും. ഇതിന്റെ ബാക്കി ജോലി ഞാൻ തന്നെ ചെയ്തു തീർക്കണമെന്നായിരിക്കും. ശിവ ഒരുപാട് കഷ്ടപ്പെട്ട് ആ റോബോട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. റോബോട്ടിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നീല നിറത്തിലുള്ള എന്തോ ഒന്ന് പുറത്തു വന്നു. അയ്യോ, ഞാൻ എന്തെങ്കിലും തെറ്റുവല്ലതും ചെയ്തോ? ഞാൻ അപകടകരമായ എന്തെങ്കിലും ഉണ്ടാക്കിയോ? അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ റോബോട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരു പെണ്ണ് പുറത്തേക്ക് വന്നു. അവള് നീല കളറിലായിരുന്നു. ശിവയുടെ റോബോട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശിവയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഹലോ ശിവ, എന്നോട് നിന്റെ അച്ഛൻ നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിന്റെ എല്ലാ ഡാറ്റയും എന്റെ കയ്യിലുണ്ട്. ആഹാ, കൊള്ളാലോ, ഇവള് സംസാരിക്കുന്നല്ലോ. നിനക്ക് എന്റെ കാര്യങ്ങളെല്ലാം മുഴുവൻ അറിയാവോ? അതെ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നീ ഈ ലോകത്തിന് എന്തെങ്കിലും അപകടം വരുത്താൻ വേണ്ടി വന്നതാണോ? ഞാൻ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ വല്ലതും ചെയ്തോ? ഇല്ല, എന്റെ അടുത്ത് അതിനെ പറ്റിയുള്ള യാതൊരുവിധ ഡേറ്റയും ഇല്ല. നിനക്കൊരു ഫ്രണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ മാത്രമേ മനുഷ്യരുടെ കഷ്ടപ്പാടറിഞ്ഞ് എനിക്കവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ആഹാ, സൂപ്പർ. എന്റെ അച്ഛൻ എത്ര വലിയ ജീനിയസാ. എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹം സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ശരി, നിന്റെ പേരെന്താ? പേരോ? എനിക്ക് പേരൊന്നും തന്നെ ഇല്ല. നിന്റെ അച്ഛൻ എനിക്ക് പേരിട്ടിട്ടില്ല. ശരി, അങ്ങനെയെങ്കിൽ ഞാൻ നിനക്കൊരു പേര് തരാം. ഇന്നു മുതൽ നിന്റെ പേര് ജൂലി. ഓക്കെ, എന്റെ പേര് ഇനി മുതൽ ജൂലി. ഡേറ്റ സ്റ്റോർഡ്. അമ്മേ, അമ്മയെ കാണാൻ വേണ്ടി ആരാ വന്നെന്ന് നോക്കിയേ. മോനെ ശിവ, ഇതാരാണ് മോനെ? അമ്മേ, ഇത് ജൂലി. ഇത് സ്ത്രീയല്ല അമ്മേ, ഇതൊരു റോബോ ആണ്. അച്ഛനാണ് ഇതിനെ സൃഷ്ടിച്ചത്. കുറച്ചു ബാക്കിയുണ്ടായിരുന്നു, അത് ഞാനാ തീർത്തത്. പക്ഷെ മോനെ, നിന്റെ അച്ഛനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എനിക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ. അദ്ദേഹം ചെയ്തു വെച്ച ഈ നല്ലൊരു യന്ത്രത്തിന്റെ സഹായത്തോടെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെയും നമുക്ക് നേരിടാൻ സാധിക്കണം. അമ്മ എന്തായി പറഞ്ഞു വരുന്നത്? ഒന്നുമില്ല മോനെ, വന്ന് കഴിക്കാൻ നോക്ക് നീ. ആ ജൂലി, നീയും കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഈ ഡേറ്റ എന്റെ ഉള്ളിൽ സ്റ്റോർ ആയിട്ടില്ല. ആഹാ, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അതെ അമ്മേ, ഇവൾ ഇന്നു മുതൽ എന്നും അമ്മയുടെ കൂടെ ഉണ്ടാവുക. ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് ഇവളായിരിക്കും അമ്മയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുക. അതെ, എനിക്ക് എല്ലാ ജോലിയും അറിയാം. വീട്ടുജോലിക്കുള്ള ഡേറ്റ എന്റെ ഉള്ളിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോ ശിവയുടെ അമ്മ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നു. ഒരു സ്കൂള് ഒരു ഭീകരൻ വന്ന് ആക്രമിച്ച കാര്യമായിരുന്നു അത്. അവിടെയുള്ള കുട്ടികളെല്ലാം അയാൾ തടവിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോനെ ശിവ, നീ ഈ കുട്ടികളെ തീർച്ചയായിട്ടും സഹായിക്കണം. അമ്മ വിഷമിക്കണ്ട അമ്മേ, ഞാൻ ഉടനെ തന്നെ പോകുന്നതാണ്. ഞാനും നിന്റെ കൂടെ സ്കൂളിലേക്ക് വരാം. ശിവയും ജൂലിയും പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് പോയി. അവിടെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ ശിവ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതുവരെയ്ക്കും നിങ്ങൾ കണ്ടത് ശിവയും ജൂലിയും പറന്ന് സ്കൂളിൽ പോകുന്നതാണ്. ശിവ സ്കൂളിൽ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു. അവിടെ ഒരു വലിയ ഭൂതമുണ്ടായിരുന്നു. അതിന്റെ ശരീരം വളരെ വലുതായിരുന്നു. മാത്രമല്ല അതിന്റെ തലയിൽ 2 കൊമ്പും ഉണ്ടായിരുന്നു. അത് ശരിക്കും ഭൂതം തന്നെയാണെന്ന് ശിവ തിരിച്ചറിഞ്ഞു. ശിവ അത് കണ്ട് വല്ലാതെ ഭയന്നു. കാരണം അതിന്റെ രൂപം വളരെ ഭയാനകമായിരുന്നു. തലയിലുള്ള 2 കൊമ്പ് വളരെ വലുതായിരുന്നു. എന്റെ ദൈവമേ, ഇതെന്തൊരു ഭീകര രൂപമാണ്. ഇതുപോലൊരു പിശാചിനെ ഞാൻ കണ്ടിട്ടേയില്ല. ഈ പിശാചിന് എന്ത് വലിപ്പമാണ്. ഞാൻ എങ്ങനെയാണ് ഇവരെയൊക്കെ രക്ഷിക്കുക? ശിവ തന്റെ ശക്തി ഉപയോഗപ്പെടുത്തി ആ ഭൂതത്തോട് യുദ്ധം ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിശാചിന്റെ മോനെ, നീ ആരാണ്? ഈ നിഷ്കളങ്കരെ എന്തിനാണ് നീ തടവിലാക്കി വെച്ചിരിക്കുന്നത്? എന്റെ അടുത്ത് ഇത്രയും ശബ്ദമുയർത്തി സംസാരിക്കാൻ മാത്രം ധൈര്യമുള്ളവൻ നീ ആരാടാ? ഞാൻ ആരാണെന്ന് നിന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നീ അവിടെ കിടന്ന് മൂത്രമൊഴിക്കും. അതെയോ? എനിക്ക് തോന്നുന്നത് നീ അവനാണെന്നാണ്. ഈ അടുത്ത കാലത്ത് ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, രക്ഷകൻ എന്ന പേരും പറഞ്ഞുകൊണ്ട്. എന്നാ കേട്ടുകൊള്ളൂ രക്ഷക, എന്റെ പേരാണടാ ഹോറോ. ഹോറോവാടാ, ഹോറോ. ഡാ, നിന്റെ പേര് ഹോറോ ഹീറോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, നീ അവരെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിപ്പെടുത്തി കളയും കേട്ടോ. അങ്ങനെയാണോ? നിന്റെ രൂപം എന്താണെന്ന് നോക്കിയിട്ട് ആ രൂപത്തിനനുസരിച്ച് വേണ്ടേ നീ എന്നെ പോലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ. ഇപ്പൊ നീ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഇവരുടെ എല്ലാ ആത്മവിശ്വാസം നശിക്കുന്നതാണ്. അതായത് അവരുടെ രക്ഷകൻ ഇവരെ രക്ഷിക്കാമെന്ന് പറഞ്ഞവൻ തന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ആരാണ് രക്ഷിക്കുക? കുറച്ച് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ശിവ അപ്പോ ആകാശത്തേക്ക് നോക്കി. അപ്പോ അവിടേക്ക് ഒരു സാറ്റലൈറ്റ് വരുന്നത് കണ്ടു.
ആ സാറ്റലൈറ്റ് ശിവയുടെ ശക്തി ഇരട്ടിയാക്കി. പക്ഷേ ശിവയ്ക്കൊന്നും മനസ്സിലായതേയില്ല. അപ്പോഴാണ് ജൂലി അവനോട് പറഞ്ഞത്, ശിവ, ഈ സാറ്റലൈറ്റ് നിന്റെ അച്ഛൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിന്റെ ശക്തി 2 മടങ്ങ് വർദ്ധിക്കും. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ ഈ രക്ഷകനെ നോക്കൂ. ഇവൻ എത്ര ദുർബലനാ. ഇവൻ എങ്ങനെയാണ് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുക? പിന്നീട് ശിവയും ഭൂതവും പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങി. ചില സമയത്ത് ശിവ തോറ്റുപോയി, ചില സമയത്താണെങ്കിൽ ഭൂതവും തോറ്റുപോയി. അയ്യോ, ഈ പയ്യൻ ഇത് എന്താണ് ഇത്ര പെട്ടെന്ന് സംഭവിച്ചത്? ഇവൻ ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഇത്ര ശക്തി കിട്ടി? ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. ഇവൻ തന്നെ ഇവിടുന്ന് തോൽവി സംബന്ധിച്ച് ഓടണം. ഹോറോ സ്കൂൾ കുട്ടികളുടെ മേലെ എന്തോ ഒരു മാജിക് കാണിച്ചു. അതിനുശേഷം ആ സ്കൂൾ പിള്ളേരെല്ലാം ശിവയുടെ നേരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അയ്യോ, ഈ പിള്ളേർക്ക് ഇതെന്താ പറ്റിയേ? ഇവരെന്തിനാണ് നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്? ഇവരെ എങ്ങനെ രക്ഷിക്കും? ഇല്ല ജോലി, നിനക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഹോറോ അവരുടെ മേൽ മന്ത്രവാദം ഉപയോഗിച്ചിരിക്കുക. ഈ കുട്ടികൾ ഇപ്പൊ ഹോറോയുടെ നിയന്ത്രണത്തിലാണ്. ഓക്കേ ശിവ. ശിവയെ നോക്കി ഒരു പയ്യൻ കല്ലെടുത്തെറിഞ്ഞു. അതുകൊണ്ട് ശിവയുടെ തലയിൽ പരിക്ക് പറ്റി. ആ അയ്യോ കുട്ടികളെ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ ആക്രമിക്കുന്നത്? ഈ രാക്ഷസൻ ഇപ്പൊ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അവനെ അനുസരിക്കുകയാണോ? എടാ ശിവ, നിന്നെയും നിന്റെ പിശാചിനെയും ഞങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിന്നെ ഇവിടുന്ന് തുരത്താൻ പോവുക. ശിവയ്ക്ക് ആ സമയം ഒന്നും മനസ്സിലായില്ല. ഇത്രയും കുട്ടികളെ ഈ മായാമന്ത്രത്തിൽ നിന്ന് എങ്ങനെയാ പുറത്തു കൊണ്ടുവരിക? ശിവ, അധിക സമയം പിള്ളേരെയും ഭൂതത്തെയും പിടിച്ചു നിർത്താൻ കഴിയില്ല. വേറെന്തെങ്കിലും വഴി ആലോചിക്കണം. നീ ആലോചിച്ചാൽ ഭൂതത്തെ തോൽപ്പിക്കാൻ കഴിയും. നീ പറഞ്ഞതാണ് ശരി ജൂലി. ഞാൻ എത്രയും പെട്ടെന്ന് ലാബിൽ ചെന്നിട്ട് ഇവരെ തോൽപ്പിക്കാനുള്ള വഴി കണ്ടുപിടിക്കാം. നോക്ക് മക്കളെ, നിങ്ങളുടെ രക്ഷകൻ ഓടിക്കളഞ്ഞത് കണ്ടോ? ഇനി നിങ്ങളെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത്? അച്ഛൻ ഇതിനു വേണ്ടി തീർച്ചയായും എന്തെങ്കിലും കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടാവും. അതിന്ന് എന്നെ തീർച്ചയായും സഹായിക്കും. ശിവ റൂം മൊത്തം തിരഞ്ഞു നോക്കി. അപ്പോൾ അവിടെ അവൻ ഒരു പുസ്തകം ഇരിക്കുന്നത് കണ്ടു. മന്ത്രത്തിൽ നിന്ന് എങ്ങനെ ഒരാളെ പുറത്തു കൊണ്ടുവരാമെന്ന് അതിൽ എഴുതിയിരുന്നു. കിട്ടിക്കഴിഞ്ഞു. മാന്ത്രിക വിദ്യയിൽ നിന്ന് മനുഷ്യനെ മുക്തനാക്കുന്ന വിദ്യ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ശിവ പെട്ടെന്ന് തന്നെ അത് പഠിച്ചതിന് ശേഷം ആ കുട്ടികളുടെ അടുത്തേക്ക് പോയി. ശിവ തിരിച്ചു വന്നത് കണ്ട് ഭൂതം ഇങ്ങനെ പറഞ്ഞു, നോക്ക് മക്കളെ, പോയവൻ തിരിച്ചു വന്നിരിക്കുന്നു. നീ വലിയ ഹീറോ ആയിട്ടാണല്ലോ നിന്നെ കരുതിയിരിക്കുന്നത്. പിന്നെ എന്തിനാടാ നീ അപ്പോ പേടിച്ചോടിയത്? ഓടിയതോ ഓടി, പിന്നെ നീ എന്തിനാണ് ജീവൻ കളയാൻ വേണ്ടി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത്? ജീവൻ നിന്റേതാണടാ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഹോറോ. പേടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആരാണ് ഭീരു, ആരാണ് ധീരനെന്ന് ഞാൻ ഇപ്പൊ നിനക്ക് മനസ്സിലാക്കി തരാം. ഞാൻ ഒരിക്കലും കുട്ടികളുടെ സഹായം തേടാറില്ല. നീ കുട്ടികളെടുത്ത് മന്ത്രവിദ്യ ഉപയോഗിച്ചിട്ട് നിന്റെ വശത്താക്കിയിട്ടാണ് നീ സഹായം തേടിയതടാ ഭീരു. നോക്ക് മോനെ, പ്രേമത്തിലും യുദ്ധത്തിലും എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ടാണ് ഞാൻ കുട്ടികളുടെ സഹായം തേടിയത്. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നിന്റെ മാന്ത്രിക വിദ്യയിൽ നിന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുവരാനുള്ള വിദ്യയുമായി ഞാൻ വന്നിരിക്കുന്നത്. ഓ, അപ്പൊ നീ എന്റെ മന്ത്രവിദ്യയിൽ നിന്ന് ഇവർക്ക് മുക്തി നൽകുമല്ലേ? ചെയിൻ കുലുക്കി മേൻ കുലുക്കി ചെയിൻ, ചെയിൻ കുലുക്കി മേൻ കുലുക്കി ചെയിൻ, അബ്രാകഡബ്രാ. ശിവ തന്റെ കൈകൾ കൊണ്ട് ആ കുട്ടികളുടെ മേലേക്ക് എന്തോ ഒരു പ്രകാശം കടത്തിവിട്ടു. ആ പ്രകാശം കുട്ടികളുടെ മേൽ തട്ടിയ ഉടനെ തന്നെ അവർ പഴയ പോലെയായി. ചേട്ടാ, ഞങ്ങളെ രക്ഷിക്കേട്ടാ, ഞങ്ങളെ രക്ഷിക്കേട്ടാ. ഈ അങ്കിള് വളരെ മോശമായിട്ടൊരാളാ. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കേട്ടാ. കരയാതിരിക്കുക കുട്ടികളെ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ജോലി, നീ നിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് എല്ലാ കുട്ടികളെയും ഈ സ്കൂളിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകൂ. ജൂലി ഉടനെ തന്നെ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് എല്ലാ കുട്ടികളെയും സ്കൂളിന്റെ പുറത്തേക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി. നീ എന്താണ് കരുതിയത്? നീ ഈ കുട്ടികളെയും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നാണോ കരുതുന്നത്? ഇല്ല, എന്റെ കയ്യിൽ നിന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. നിന്റെ കൊലച്ചിരി ഒന്ന് നിർത്താൻ നോക്ക്. നോക്കിക്കോ, നിനക്ക് ഞാൻ എന്റെ ശക്തി എങ്ങനെയാ കാണിച്ചു തരാൻ പോകുന്നതെന്ന്. ശിവ തന്റെ ഓരോരോ ശക്തികൾ ആ ഭൂതത്തിന്റെ മേലെ പ്രയോഗിക്കാൻ തുടങ്ങി. ഭൂതവും അതുപോലെ തന്നെ തന്റെ ശക്തി കൊണ്ട് ശിവയെ നേരിടാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവിടേക്ക് മീഡിയ വന്നു. ഇവരുടെ യുദ്ധം ലൈവായിട്ട് അവർ കവർ ചെയ്തു. ശിവയും ഭൂതവും യുദ്ധം ചെയ്യുന്നത് ലൈവായി അവർ ടെലികാസ്റ്റ് ചെയ്തു. അത് ശിവയുടെ അമ്മ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അയ്യോ ദൈവമേ,
എന്റെ മകൻ എത്ര വലിയ ആപത്തിലാ പെട്ടിരിക്കുന്നേ. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവനോടിരിക്കില്ല. ഇവന്റെ അച്ഛൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരു ആപത്ത് വരില്ലായിരുന്നു. ശിവയെ കൊണ്ട് ആ ഭൂതത്തെ അടക്കാൻ പറ്റുമോന്ന് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെയിരുന്നു. ഒരു വശത്ത് എല്ലാവരും ശിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മറ്റൊരു വശത്ത് ആ ഭൂതം ശിവയോട് യുദ്ധം ചെയ്യുകയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ശിവയുടെ ശക്തിയെല്ലാം തീർന്നു. പക്ഷേ അവൻ ധൈര്യം കൈവിട്ടില്ല. കണ്ടില്ലടാ മോനെ, നിന്റെ എല്ലാ ശക്തിയും തീർന്നില്ലേ? നിന്റെ ആത്മവിശ്വാസവും തവിടുപൊടിയായി കഴിഞ്ഞില്ലേ? എന്റെ ശക്തികൾ മാത്രമേ തീർന്നു പോയിട്ടുള്ളൂ, പക്ഷെ എന്റെ ചങ്കൂറ്റം ഇതുവരെ തീർന്നിട്ടില്ല. നീ കേട്ടിട്ടില്ലേടാ ഹുറ, ധൈര്യമുള്ള മനുഷ്യന്റെ കൂടെ എന്നും ദൈവം ഉണ്ടാവുമെന്ന്. ദൈവം ഉണ്ടായിട്ട് എന്താടാ കാര്യം? എന്റെ അടുത്ത് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതല്ലാതെ എന്താടാ ഫലം? അതിനുശേഷം ശിവയെയും മറ്റെല്ലാവരെയും ആ ഭൂതം തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് കെട്ടിയിട്ടു. ശിവ ആ കയർ അഴിക്കുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. എന്തുകൊണ്ടെന്നാൽ അത് മാജിക് കയറായിരുന്നു. അപ്പൊ ശിവ അവന്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചു. അച്ഛൻ പറഞ്ഞു തന്ന ശക്തിയിലൂടെ ഞാൻ ഹോറോയോട് യുദ്ധം ചെയ്തു. പക്ഷെ അറിയില്ല ആ ശക്തികൾക്കൊക്കെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന്. അതൊന്നും ഇപ്പൊ വർക്കാവുന്നില്ലല്ലോ. അച്ഛാ, ഞാൻ ഇവരെയൊക്കെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ അനുഗ്രഹിച്ചാലും അച്ഛാ, എന്നെ അനുഗ്രഹിച്ചാലും. അതിനുശേഷം ശിവ ആകാശത്തേക്ക് നോക്കി ഒരു മന്ത്രം ചൊല്ലി. ചാൻ കുലുക്കി മാൻ കുലുക്കി ചാൻ, ചാൻ കുലുക്കി മാൻ കുലുക്കി ചാൻ, ഗിലി 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 ചൂ. ആകാശത്ത് നിന്നും ഒരുപാട് ശക്തികൾ അവിടെ നിന്നും പാഞ്ഞു വന്ന് ശിവയുടെ ഉള്ളിലേക്ക് കയറി. ശക്തി കിട്ടിയതോടെ ശിവ പെട്ടെന്ന് തന്നെ കയറുകൾ പൊട്ടിച്ചെറിഞ്ഞു. ശിവയ്ക്കുള്ളിലേക്ക് പിന്നെയും ഒരുപാട് ശക്തികൾ വന്നു ചേർന്നു. വീണ്ടും ശിവയും ഭൂതവും കൂടി യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ഈ പ്രാവശ്യം ശിവ ആ ഭൂതത്തെ തോൽപ്പിച്ചു കളഞ്ഞു. എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. ശിവ, നിനക്ക് സന്തോഷമായില്ലേ? എന്റെ ഡാറ്റ പ്രകാരം നീ ഇപ്പോ സന്തോഷവാനായിരിക്കണം. ജൂലി, ഞാനൊരു സാധാരണക്കാരനെ പോലെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഇനി ആരെയും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് ഇവരുടെയൊക്കെ മെമ്മറി എടുത്തു മാറ്റാൻ പറ്റിയിരുന്നെങ്കിലെന്ന്, എന്നിട്ട് പഴയ പോലെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ പറ്റിയാലോന്ന്. അവരുടെ എല്ലാം മെമ്മറി ഡിലീറ്റ് ആവണമെന്നല്ലേ നീ വിചാരിക്കുന്നത്? നീ സൂപ്പർ ഹീറോയാണെന്ന് എല്ലാവരും മറക്കണമല്ലേ? ഇത് എന്നെ കൊണ്ട് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. ജൂലി തന്റെ മാജിക് കൊണ്ട് എല്ലാവരുടെ മെമ്മറിയും ഇറേസ് ചെയ്തു. ഒന്നും നടക്കാത്ത പോലെ അവരവിടെ നിന്ന് നടന്ന് അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവർ രണ്ടുപേരും വീട്ടിലേക്ക് എത്തിച്ചേർന്നതും അവിടെ നിന്ന് അവർക്കൊരു ലെറ്റർ കിട്ടി. ആ ലെറ്ററിൽ ശിവയുടെ അമ്മയെപ്പറ്റി എഴുതിയിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.